ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ അംഗൻവാടികളിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ ചുണ്ടക്കൊല്ലി അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൃഷിയിലേക്ക് ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 5ാം വാർഡിൽ താമസക്കാരായ 18നും 35നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സെപ്റ്റംബർ 20-നകം നൽകേണ്ടതാണ്. അപേക്ഷ ഫോറവും വിശദ വിവരങ്ങളും പനമരം അഡീഷണൽ ICDS ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി കോളിയാടി അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൃഷിയിലേക്ക് കൃഷി വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് പരിധിയിൽ സ്ഥിര താമസക്കാരായ 18നും 35നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സെപ്റ്റംബർ 20 വരെ അപേക്ഷിക്കാം. ക്രഷ് വർക്കർ തസ്തികയിലേക്ക് +2 ആണ് യോഗ്യത വരുന്നത്. ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അവസരം. അപേക്ഷ ഫോമും കൂടുതൽ വിവരങ്ങളും സുൽത്താൻ ബത്തേരി അഡീഷണൽ ICDS ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ ഈരാറ്റുപേട്ട നഗരസഭയിലെ അങ്കണവാടി കൃഷിയിലേക്ക് കൃഷി വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സെപ്റ്റംബർ 20-ന് വൈകുന്നേരം 5 മണി വരെ നൽകാം. 20ാം വാർഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള മൂവാറ്റുപുഴ അഡീഷണൽ ICDS പ്രോജക്റ്റ് പരിധിയിലെ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കൃഷിയിലേക്ക് ഹെൽപ്പർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2, 11, 12 വാർഡുകളിലെയോ തൊട്ടടുത്ത വാർഡുകളിലെയോ സ്ഥിര താമസക്കാരായ SLC വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 17 വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ മൂവാറ്റുപുഴ അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബസ്സിലേക്ക് താൽക്കാലിക ഡ്രൈവർ ക്ലീനറെ നിയമിക്കുന്നുണ്ട്. 7ാം തരം അല്ലെങ്കിൽ 3rd ഫോം പാസ്സായ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം വന്നിട്ടുള്ളത്. പ്രായപരിധി 56 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മോട്ടോർ വാഹന ചട്ടങ്ങൾ നിയമപ്രകാരമുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾക്ക് വിധേയരാവരുത്. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി സെപ്റ്റംബർ 18-ന് രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് മരുത റോഡ് ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായാണ് നിയമനം. MA, B.Ed, സെറ്റ് എന്നിവയാണ് യോഗ്യത വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 18-ന് രാവിലെ 10:30-ന് പാലക്കാട് മരുത റോഡ് ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന ജില്ലയിൽ പ്രവർത്തിക്കുന്ന 2 പ്രമുഖ കമ്പനികളിലെ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. സെപ്റ്റംബർ 17-ന് രാവിലെ 9:30-ന് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ചാണ് അഭിമുഖം. +2 ബിരുദം അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ITI, ഡിപ്ലോമ, സിവിൽ സർവേ യോഗ്യതയുള്ളവരും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തവരും അല്ലാത്തവരുമായ 20-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കോട്ടയം റീജിയണിന് കീഴിൽ ഉൾപ്പെട്ട കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലേക്ക് ഓവർസിയർ സിവിൽ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുമായി 18/9/2025 രാവിലെ 11 മണിക്ക് കോട്ടയം റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിൽ വെച്ച് അഭിമുഖം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10:30-ന് മുൻപായി അഭിമുഖ നടത്തിപ്പ് കേന്ദ്രത്തിൽ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും ജനന തീയതി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഓവർസിയർ സിവിൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ ഓവർസിയർ സിവിൽ വിഭാഗത്തിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ശമ്പളം 21,175 രൂപയാണ് ലഭിക്കുന്നത്.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.